ഇറാഖ് ചരിത്രപരമായൊരു തീരുമാനമെടുക്കാൻ ഒരുങ്ങുകയാണ്. ഈ തീരുമാനം ഇറാഖിനെ ഒരു 1500 വർഷം പിന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ചെറിയ പെൺകുട്ടികളുടെ ജീവന് കൂടി ഇത് ഭീഷണിയാണ്. ഇവിടെ സ്ത്രീകളുടെ വിവാഹപ്രായം കുറയ്ക്കുന്ന ഒരു ബിൽ പാസാക്കുവാൻ ഒരുങ്ങുകയാണ്. പ്രായം എത്രയാണെന്നല്ലേ? 9 വയസ്സ്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. കളിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട പ്രായത്തിൽ ഈ കുട്ടികളുടെ ജീവിതം ഏത് ഇരുണ്ട ലോകത്തിലേക്കാണ് അകപ്പെടാൻ പോകുന്നത്? ഇറാഖ് ജസ്റ്റിസ് മിനിസ്ട്രിയാണ് ഈ നിയമം പാസാക്കാൻ ഒരുങ്ങുന്നത്. രാജ്യത്തെ പേഴ്സണൽ സ്റ്റാറ്റസ് ലോ പ്രകാരം വിവാഹിതരാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 ആണ്. ഒരു കുഞ്ഞിനെ വിവാഹം ചെയ്യാനുള്ള ഒരു സമൂഹത്തിൻ്റെ കാടത്തം ആലോചിച്ചു നോക്കൂ. ഈ മൂത്താപ്പന്മാരുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞിനെ ഇവർ ഏതു വിധത്തിലാണ് നോക്കിക്കാണുക? ഇറാഖിൽ കോടതിയേക്കാൾ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നത് ഇപ്പോൾ മതനേതാക്കളാണ്. ഈ നിയമം പാസാക്കുന്നതിലൂടെ ആർക്കാണ് യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാകാൻ പോകുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വിവാഹിതയാകുന്ന പെൺകുട്ടിക്കോ, അതോ ചെറിയ കുട്ടികളെ കൂടി വിവാഹം ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുന്ന മൂത്താപ്പമാർക്കോ? സാമൂഹ്യ പ്രവർത്തകരും ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന സംഘടനകളും ഈ നിയമം പാസാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ബാലവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിലേക്കും നയിക്കും എന്നാണിവർ ആരോപിക്കുന്നത്. കുട്ടികളുടെ വളർച്ചയെയും ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും എല്ലാം ഇത് സാരമായി ബാധിക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ കുട്ടിക്കാലം പോലും ആസ്വദിക്കാനുള്ള സമയം കിട്ടില്ല. യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോഴേ ഇറാഖിലെ പെൺകുട്ടികളിൽ 29% 18 വയസ്സാകുന്നതിന് മുമ്പ് വിവാഹിതരാവുകയാണ്. അതും നിയമം നിലനിൽക്കുമ്പോൾ. അപ്പോൾ 9 വയസ്സിൽ വിവാഹിതയാകാമെന്ന നിയമം വരുമ്പോഴുള്ള അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചു നോക്കൂ. ഇത് തികച്ചും പുരുഷാധിപത്യപരമായ തീരുമാനമെന്നാണ് വനിതാ സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിനു മുമ്പ് പ്രതിഷേധങ്ങളെ തുടർന്ന് ജൂലൈയിൽ ഈ നിയമം പാസാക്കുന്നത് നിർത്തിവെച്ചതാണ്. എന്നാൽ ഷിയ മുല്ലമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഗസ്റ്റ് 4 വീണ്ടും നിയമം പാർലമെന്റിൽ വരികയായിരുന്നു. ഇറാഖിലെ മൊണാർക്കിയുടെ വീഴ്ചയോടെ 1959 കുടുംബ പ്രശ്നങ്ങൾ മതനേതാക്കളിൽ നിന്ന് ജുഡീഷ്യറിയിലേക്ക് പോയതാണ്. എന്നാൽ അതൊക്കെ ഇപ്പോൾ മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മതനേതാക്കൾ നൽകുന്ന വിശദീകരണം ഇസ്ലാമിക് ലോ നടപ്പിലാക്കുന്നതോടൊപ്പം പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാനാണ് ഇത്തരമൊരു നിയമം നടപ്പിലാക്കുന്നതെന്നാണ്. എന്നാൽ ബാലവിവാഹവും കുടുംബ സമ്മർദ്ദങ്ങളും ചെറുപ്രായത്തിലുള്ള പ്രസവവും കുട്ടികൾക്ക് എത്രത്തോളം ഹാനികരമാണെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ആധുനിക വൈദ്യശാസ്ത്രം ഇതൊക്കെയും വ്യക്തമായി നിർവചിച്ചിട്ടുമുണ്ട്. എന്നാൽ മതനിയമങ്ങളുടെ മുന്നിൽ ഇതെല്ലാം വൃഥാവിലാവുന്ന കാഴ്ചയാണ് ഇറാഖിൽ നിന്ന് കാണാനാകുന്നത്.